ഡിയർ ഫാമിലി, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അത് കൈലിയാടൊക്കെ ഒന്ന് പോയി വന്നിട്ട് ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു മഴ പെയ്തു കേട്ടോ. 2-3 ദിവസം മഴയുടെ ഒരു ലക്ഷണം പോലും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇതാ ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിതാ ബസ് വന്ന് ഇറങ്ങി വിടുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. പുറത്ത് രാവിലെ തിരുമ്പിയിട്ട തുണികളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ അതൊക്കെ നനഞ്ഞ് പിണ്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് ഇത് കൂടെ ഉണക്കുകയാണ് കേട്ടോ. ഇനി എന്തായാലും വെയിലൊന്നും ഉണ്ടാവില്ല, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, കണ്ടാൽ തന്നെ അറിയണ്ടാവുമായിരിക്കുമല്ലോ. മുറ്റത്തൊക്കെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉണങ്ങി അകത്ത് ഞാൻ മാറ്റി വെച്ച തുണികളൊക്കെ അവൾ പുറത്ത് കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ പിന്നെയും. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് അകത്ത് കൊണ്ടുപോയിട്ട് ഇടുന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഞാൻ ഉണക്കാൻ ഇട്ടു. ഇനി കറി വെക്കാനൊക്കെ ഉണ്ട്, ഇനി ഇത് കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 11 മണിക്ക് പോയതാണ് കേട്ടോ. വന്നപ്പോൾ ഉച്ചയായി. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഇനി തുടങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഒരു ഈവനിങ് വ്ളോഗാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒന്നും കറി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ അതിനൊന്നും സമയം കിട്ടിയില്ലേക്ക്. അപ്പോൾ കിച്ചുവിനാണെന്നുണ്ടെങ്കിൽ ചെറുപയർ ഉപ്പേരി വെച്ചിട്ട് കൊടുത്തയക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ കുറച്ച് മുരിങ്ങയാണ് പൊട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി മുരിങ്ങക്കറി വെച്ചിട്ട് പരിപ്പൊക്കെ ഇട്ട് വെച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം മുരിങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ആകെ കുറച്ച് മുരിങ്ങ തന്നെ ഉള്ളൂ അതിൽ. അപ്പോൾ എത്തണോടത്തുള്ളതൊക്കെ ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അപ്പം ഇനി മേലെ ഭാഗത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ തളിരായിട്ടുള്ള ഇലകളുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള നല്ല നിറമുള്ള ഇല, എനിക്ക് അതിനോടാണ് നല്ല താല്പര്യമുള്ളത് കേട്ടോ. എനിക്ക് മൂത്ത് നല്ല കളർ മങ്ങിയ ഒരു ഇല ഉണ്ടാവില്ല, നല്ല ഡാർക്ക് കളറായിട്ടുള്ള, എനിക്ക് ആ ഇല അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അത് ചെറിയ കയ്പ്പൊക്കെ ഉണ്ടാവുള്ളൂ തോന്നുന്നു. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല. ഞാൻ ഈ തളിര് പോലത്തെ ഇലകൾ എടുക്കാറ് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ കൊമ്പ് അങ്ങോട്ട് വളച്ചു കേട്ടോ. അധികം മണ്ണുള്ള കൊമ്പൊന്നും അല്ല. അപ്പോൾ അത് വളച്ചപ്പോൾ അതങ്ങോട്ട് ഒടിഞ്ഞു. അതപ്പം ഉണ്ടായത്. മുരിങ്ങ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഒടിയും ചെയ്തു കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത ഇല മൊത്തം അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ആകെ ഒരു നേരത്തേക്കേ വേണ്ടുള്ളൂ, രാത്രിയിലേക്ക് അപ്പോൾ വേണ്ടുള്ളൂ കേട്ടോ. അതിനാണ് ഞാൻ ഈ കണ്ട മുരിങ്ങയൊക്കെ പൊട്ടിച്ചുണ്ടാക്കണത്. അപ്പോൾ ഇത് നല്ലത് നന്നല്ലാത്തൊക്കെ നോക്കിയിട്ടുണ്ട് കളയണം കേട്ടോ. അപ്പോൾ ഒക്കെ പൊട്ടിച്ചെടുക്കണമൊക്കെ ഉണ്ട്. ഇനി നമുക്കത് വേർതിരിച്ചെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മുരിങ്ങ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. നല്ല മഴച്ചാറിലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ അകത്തൊന്ന് അടിച്ചു വാരിയിട്ട് മുരിങ്ങ നേരാക്കാൻ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം അങ്ങോട്ട് അടിച്ചു വാരണത്. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അടിച്ചു വാരിയിട്ട് പോയതാണെങ്കിൽ കൂടി ഞാൻ വാതിലടച്ചിട്ട് പോയ കാരണം കൊണ്ട് തോന്നുന്നു ചെതലൊക്കെ അത്യാവശ്യം കുറച്ച് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ചെതിൽ തട്ടാനൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അത് ചെയ്യണില്ല കേട്ടോ, ഇനിയിപ്പോൾ അതിനൊന്നും സമയമില്ല. അപ്പോൾ ചെതിൽ തട്ടാൻ വേറൊരു ദിവസം നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് വെറുതെ ഒന്ന് അടിച്ച് വാരിയിട്ട് മുറ്റടിച്ച് വാരി എന്ന് പറഞ്ഞാൽ അടിച്ച് വാരിയിട്ട് മുരിങ്ങയുടെ ഇലയൊക്കെ നേരാക്കാനിരിക്കണം. പിന്നെ മുറ്റത്ത് അത്യാവശ്യം കുറച്ച് ചപ്പൊക്കെ ഉണ്ട്, കുറച്ചുള്ളൂ, അതൊന്നും അടിച്ച് വാരി എടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ അത് ആകമൊക്കെ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും മുരിങ്ങ നേരാക്കുമ്പോഴത്തേനും ഞാൻ എന്നാൽ കുറച്ച് പരിപ്പ് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പരിപ്പാണെങ്കിൽ കുക്കറിൽ കടന്ന് വേവും ചെയ്യും, മുരിങ്ങ ഊരലും കഴിയുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാൻ പോകുന്നത്. പരിപ്പാണെങ്കിൽ നല്ലോണം ഉടയണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെയായിട്ട് വെക്കാറ്. എൻ്റെ ഒരു മോഡലിലാണ് ഞാൻ വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ പരിപ്പ് അങ്ങനെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുമ്പോൾ മുരിങ്ങ ഊരലാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങ ഊരൽ ഞാനിങ്ങനെ ഇതിൻ്റെ അടപ്പിൽ, ഈ പാത്രത്തിൻ്റെ അടപ്പിലാണ് മുരിങ്ങയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ, അല്ലാതെ നിലത്തൊന്നല്ല വെച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഊരിയാണ് കേട്ടോ. മുരിങ്ങ ഊരാനാണ് എനിക്ക് നല്ല ഇഷ്ടമാണ്. എത്ര മുരിങ്ങ കിട്ടിയാലും ഞാൻ ഊരിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം മുരിങ്ങ ഊരാനൊക്കെ. അങ്ങനത്തെ ഇഷ്ടപ്പെട്ട കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതിനോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്, മുരിങ്ങ ഊരൽ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പച്ചക്കറി, ഉപ്പേരിക്കുള്ള പച്ചക്കറി ഉണ്ടല്ലോ, കോവയ്ക്ക, ഉരുളക്കിഴങ്ങ്, അതൊക്കെ അരിയില്ലേ, അങ്ങനത്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ പെട്ട തന്നെയാണ് ഈ മുരിങ്ങ ഊരലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എൻ്റെ തുമ്പിക്കുട്ടി ഒപ്പം എൻ്റെ കൂടെ ഇരുന്നിട്ട് ഊരുന്നുണ്ട്, പക്ഷെ ഊരിട്ടൊന്നും പാത്രത്തിലേക്ക് ഇടുന്നില്ല. അവൾ നിലത്ത് കൂടെ ഒക്കെ അതിനെ വെതറുന്നുണ്ട്, എൻ്റെ മുഖത്തേക്ക് എൻ്റെ തലയിലേക്ക് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. കുറേ മുറ്റത്ത് കൊണ്ടുപോയി കളയുന്നുണ്ട്, അവളിങ്ങനെ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പം മുരിങ്ങ നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴും നന്നായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ. ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവും, ഇലയിൽ പുഴുവൊക്കെ വന്നിട്ടിരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ നോക്കി ഒന്ന് കൊട്ടി കുടഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ എടുക്കണത്. എനിക്ക് എന്നാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, പേടിയാണ് എന്തെങ്കിലും കിടക്കുന്നുണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ മുരിങ്ങൂരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മുരിങ്ങയൊക്കെ ഞാൻ ഗ്യാസിൽ വെച്ച് റെഡിയാക്കി എടുത്തു കേട്ടോ. കറിയൊക്കെ അപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നാൽ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. മുറ്റമൊക്കെ നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് പറയുന്ന സമയത്ത് എൻ്റെ അടുത്ത് നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പിറുപിറുന്ന എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവൾ ഞാൻ പറയണ പോലെ തന്നെ എന്തൊക്കെയോ പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുറ്റത്ത് വെള്ളമൊക്കെ ഇപ്പോൾ കമ്മിയായിട്ടുണ്ട്, മഴയൊക്കെ ഒന്ന് പോയപ്പോൾ. അപ്പോൾ തുമ്പിയാണെന്നുണ്ടെങ്കിൽ തിണ്ട തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൾ ഈ മുറ്റത്ത് വെള്ളവും ചളിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങില്ല കേട്ടോ. അവൾ ഈ തിണ്ടത്ത് ഇങ്ങനെ ഇരിക്കും.
പുറത്തേക്ക് ഇറങ്ങിയില്ല. കിച്ചു ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ചളിയിൽ പോയിട്ട് കൈയിട്ട് എന്താ മണ്ണ് മാന്തുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർക്കില്ല. അല്ലാത്ത സമയത്തൊക്കെ മണ്ണ് മാന്താനൊക്കെ എന്താ എന്തെങ്കിലും പാത്രം കൊണ്ട് തന്നെ മാന്തുള്ളൂ, കയ്യും കൊണ്ടൊന്നും ആക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഇരുന്നിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുറ്റടിച്ച് വരണമൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മുടെ കിച്ചുവിൻ്റെ വണ്ടി വരുന്നു. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുത്തു കേട്ടോ. അപ്പോഴത്തേനും ഉണ്ട് അവൻ്റെ വണ്ടി വരുന്ന ബസ് വരുന്ന ഹോൺ അടിച്ച് കേട്ടപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് ഓടിയിട്ടോ. കുറച്ച് നേരം ഈ ഫോണൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, വണ്ടിയാണെങ്കിൽ വരുന്നും കാണാനില്ല. അപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ വേഗം ഓണാക്കിയിട്ട് അങ്ങോട്ട് പടിക്കലേക്ക് പോയി നിന്നു കേട്ടോ. നമ്മുടെ കിച്ചു വരാറായിട്ടുണ്ട്. 5 മണിക്കാണ് ഈ ബസ് എപ്പോഴും വരുള്ളൂ, കറക്റ്റ് 5 മണിക്കാണ് വരുള്ളൂ. എല്ലാ സ്കൂൾ ബസ്സും പോയിട്ട് ലാസ്റ്റാണ് കേട്ടോ ഈ ഒരു ബസ് വരുള്ളൂ. അപ്പോൾ കിച്ചുവിനെ അങ്ങനെ ഇറക്കിയിട്ട് അവിടെ നിന്ന് നമ്മുടെ കിച്ചു ആണെന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് നല്ല ചിരിയാണ് കേട്ടോ. അവന് സഹിക്കാൻ പറ്റാത്ത ചിരി പോലെയാണ്, ഭയങ്കര ചിരിയായിരിക്കും ഉണ്ടാവുക കേട്ടോ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ തുമ്പിക്കുട്ടികൾ ഇങ്ങനെ പായനുണ്ട് കേട്ടോ അവനെ കണ്ടുകൊടുമ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ കിച്ചു ആണെന്നുണ്ടെങ്കിലോ സ്കൂളത്തെ വിശേഷങ്ങൾ അവിടെ നിന്ന് തൊട്ട് പറയാൻ തുടങ്ങി കേട്ടോ. അവൻ്റെ പെൻസിൽ പോയി, കട്ടർ പോയി, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവൻ എവിടെ കളഞ്ഞെന്നൊക്കെ വെച്ചപ്പോൾ ആവോ പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനെ എന്നും അങ്ങനെ തന്നെയാണ്, ഓരോന്ന് കളഞ്ഞിട്ട് വരും, പക്ഷെ പിറ്റേ ദിവസം കൊണ്ടുവരും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ വന്നിട്ട് ചായയൊക്കെ കൊടുത്തു. അവന് ഇന്നാണെങ്കിൽ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് പലഹാരമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് എനർജിയൊക്കെ വന്നു. ഇനി കുറച്ച് നേരം കളിക്കായിരുന്നു കേട്ടോ അവരുടെ ഒപ്പം. ബലൂൺ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടിക്കാണെങ്കിൽ ബലൂൺ വേണേ പറഞ്ഞിട്ട് കരയായിരുന്നു കേട്ടോ. അപ്പോൾ 2 ബലൂൺ വാങ്ങിച്ചു 2 ആൾക്കും. അപ്പോൾ അത് ഞാൻ വീർപ്പിച്ച് കൊടുത്തപ്പോൾ അവരെ തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനും അവരുടെ ഒപ്പം കളിക്കാനും കൂടി. എൻ്റെ അടുത്ത് അമ്മ വായ കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൂടെ കളിക്കാനൊക്കെ കൂടിയിട്ടും തട്ടാനൊക്കെ കൂടി. അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ ഒരാൾ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് എപ്പോഴും സമയം കിട്ടാറില്ല കേട്ടോ അവരുടെ ഒപ്പം കളിക്കാനൊന്നും. കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, തംബ്നെയിൽ ഉണ്ടാക്കണം, അങ്ങനത്തെ കുറേ പണികളൊക്കെ ഉണ്ടാവും കേട്ടോ. ബാക്കിയുള്ള സമയത്തൊക്കെ എനിക്ക് ഇവിടുത്തെ പണികൾ നോക്കണം. അപ്പോൾ അത് കാരണം കളിക്കാനൊന്നും സമയം കിട്ടാറില്ല. ഇന്നിപ്പോൾ പണികളൊക്കെ ഒന്ന് തീർന്നു, കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇരുന്നാണ് കേട്ടോ അവരുടെ ഒപ്പം. അപ്പം നല്ല രസമാണ് കേട്ടോ കളിക്കാനൊക്കെ. അവർക്കാണെങ്കിൽ ഞാൻ കളിക്കാൻ കൂടി ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇതുവരെ കളിക്കാനൊന്നും അങ്ങനെ കൂടാറില്ലല്ലോ, അപ്പോൾ അത് കാരണം ഉണ്ട്. പിന്നെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഏട്ടൻ വന്നപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മത്തി. ഏട്ടൻ പണി മാറ്റിയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നേരാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്തിരുന്നിട്ട് അതൊക്കെ നേരാക്കി. അപ്പോൾ നല്ല ഇരുട്ടൊക്കെ ആയിരുന്നു, അത് കാരണം കൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റായിരുന്നത് കേട്ടോ. പിന്നെ നല്ല കൊതുകുമായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എന്താ പറയുക മീനിലിങ്ങനെ വരട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചെടുത്ത് വറക്കണുള്ളൂ, കറി വെക്കണില്ല. കറി നമ്മൾ ഓൾറെഡി മുരിങ്ങക്കറി വെച്ച കാരണം കൊണ്ട് തന്നെ മീൻകറി ഒന്നും വെക്കണില്ല കേട്ടോ. മീൻകറി ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കറി വേസ്റ്റ് ആവും, അതാരും കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മീൻകറി ഇപ്പോൾ വെക്കണില്ല. ഫ്രിഡ്ജിലേക്ക് ബാക്കിയുള്ള എടുത്ത് വെച്ചിട്ട് നാളെ രാവിലെ ഏട്ടന് ചോറ് കൊണ്ടുപോകുമ്പോൾ അപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വറക്കാനുള്ള മീൻ മാത്രം ഇപ്പോൾ ഒന്ന് എടുത്തിട്ട് കുറച്ച് എടുത്ത് വറക്കണം കേട്ടോ. ഞാനപ്പോൾ എല്ലാ മീനിലും ഇതുപോലെ തന്നെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് കുറച്ചെടുത്ത് വെക്കണം. കുറച്ചൊരു 5-6 എടുത്തിട്ട് ഇപ്പോൾ വറക്കും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ കയ്യും കൊണ്ട് അങ്ങനെ ഇപ്പോൾ ആക്കാറില്ല കേട്ടോ. കാരണം മുള്ള് എനിക്ക് പേടിയാണ്, കയ്യിൽ കുത്തി കഴിഞ്ഞാൽ നല്ല വേദന, നല്ല നീറലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മുളകിലല്ലേ ഇളക്കണത്, അത് കാരണം ഞാൻ ഈ ചട്ടകം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ആക്കാറ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു. മീനൊക്കെ വറക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫിഷ് ഫ്രൈയും പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയും പരിപ്പിട്ടുള്ള കറിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടി ഇതായിരുന്നു കഴിക്കുന്നുണ്ട്, എൻ്റെ ചോറിന് വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും ഞങ്ങളൊപ്പം വാരി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.